മനുഷ്യന് ഈ ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ ജീവികളുമായിട്ടും താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ സീരീസ്. നമ്മളുടെ സാധാരണ ചിന്താഗതിയിൽ മരണം എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനും ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെയോ മറ്റ് ജീവികളുടെയോ ജീവൻ ഒരു പ്രത്യേക സ്ഥലത്തുള്ള മരിക്കുമ്പോൾ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന എന്തെങ്കിലും ഒരു സാധനമല്ല, പേരിട്ട് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വസ്തുവല്ല. അത് നമ്മുടെ ശരീരത്തിലെ 37.2 ട്രില്യൺ കോശങ്ങളിലുള്ള ജീവനുകളുടെ ആകെത്തുകയാണ്. ജീവൻ്റെ ഏറ്റവും ചെറിയ രൂപം കോശങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. മനുഷ്യ ശരീരത്തിൽ 37.2 ട്രില്യൺ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് 5000 കോടിയിലധികം കോശങ്ങളാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പ്രത്യേകമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരം ഒരൊറ്റ ശരീരമായിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറാണ്. തലച്ചോറ് പ്രവർത്തനരഹിതമാവുമ്പോൾ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും പതുക്കെ ശരീരത്തിലെ മറ്റു കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാതിരിക്കുകയും അവ തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടുകയും അങ്ങനെ അവ ഓരോന്നോരോന്നായിട്ട് നിർജീവമാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അയാളുടെ ശരീരത്തിലെ ചില കോശങ്ങളിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ജീവൻ നിലനിൽക്കും. മരണശേഷം മൃതദേഹത്തിൽ നിന്നെടുക്കുന്ന അവയവങ്ങളിൽ കുറച്ച് നേരത്തേക്ക് കൂടെ ജീവൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ അത് തുന്നിച്ചേർക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ട ഒരു കോശത്തിലേക്ക് പുതിയതായിട്ട് ജീവൻ കൊടുക്കാൻ ആർക്കും കഴിയില്ല. ജീവൻ നിലനിൽക്കുന്ന കോശങ്ങളെ മാത്രമേ വേറൊരാളുടെ ശരീരത്തിലേക്ക് പറിച്ചു നടാൻ പറ്റുകയുള്ളൂ. കൈ മുഴുവനായിട്ട് മാറ്റിവെച്ച ആളുകളുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ആ അവയവങ്ങളുടെ DNA എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മരിച്ചയാളുടെ DNA തന്നെയായിരിക്കും. ആ കൈകളുടെ രൂപം, നിറം ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മരിച്ച വ്യക്തി അന്ന് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ ജീവൻ്റെ ഏറ്റവും ചെറിയ രൂപം കോശങ്ങളാണ്. കോശങ്ങളിലാണ് ജീവനുള്ളത്. ജീവനുള്ള എല്ലാ ജീവികളുടെ ശരീരത്തിലും കോശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സോണമിയിൽ ജീവജാലങ്ങളെ തരംതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ, ഏറ്റവും മുകളിലുള്ള ക്ലാസിഫിക്കേഷനായ ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ ജീവികളെ തരംതിരിച്ചിരിക്കുന്നത് ജീവൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കോശങ്ങളുടെ ഘടനയ്ക്കനുസരിച്ചാണ്. ഈ ഭൂമിയിലുള്ള ജീവനുള്ള സകല ജീവജാലങ്ങളെയും അവയുടെ കോശങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് 3 ഡൊമൈനുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജീവനുള്ള ഒരു ജീവിയാണെങ്കിൽ ഈ 3 ക്ലാസിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിർബന്ധമായിട്ടും ഉൾപ്പെട്ടിരിക്കണം മനുഷ്യനും. ഏതൊക്കെയാണ് ആ 3 ഡൊമൈനുകൾ എന്ന് നമുക്ക് നോക്കാം. അവ 1 ബാക്ടീരിയ, 2 ആർക്കിയ, 3 യുക്കാരിയ. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ബാക്ടീരിയ, ആർക്കിയ എന്നീ 2 ഡൊമൈനുകളെ നമുക്ക് ഒരുമിച്ച് എടുത്ത് ഡിസ്കസ് ചെയ്യാം. ബാക്ടീരിയ ഏകകോശജീവിയാണ്. മണ്ണ്, വെള്ളം, മറ്റ് ജീവികളുടെ ശരീരം എന്നിങ്ങനെയുള്ള എല്ലാ സാധാരണ സാഹചര്യങ്ങളിലും ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ കഴിയും. ആർക്കിയയും ഏകകോശജീവിയാണ്. ബാക്ടീരിയയെ പോലെ സാധാരണ സാഹചര്യങ്ങളിലും അതോടൊപ്പം സാധാരണ സാഹചര്യങ്ങൾക്ക് പുറമെ പ്രകൃതിയിലെ ദുർഘടമായ സാഹചര്യങ്ങളിലും ആർക്കിയയ്ക്ക് ജീവിക്കാൻ കഴിയും. തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങളിലും ഉപ്പുരസമുള്ള തടാകങ്ങളിലും ആർക്കിയയ്ക്ക് ജീവിക്കാൻ കഴിയും. ബാക്ടീരിയ, ആർക്കിയ എന്നീ 2 ഡൊമൈനുകളിലും ഉൾപ്പെടുന്ന ജീവികളുടെ കോശങ്ങളുടെ വലുപ്പം വളരെ ചെറുതാണ്. അവയുടെ കോശഘടന വളരെ ലളിതവും ന്യൂക്ലിയസ് ഇല്ലാത്തതുമാണ്. ഇവയുടെ DNA ഘടന സർക്കുലറായിട്ടാണ് കാണപ്പെടുന്നത്, അതായത് വൃത്താകൃതിയിലാണ് ഉള്ളത്. ബാക്ടീരിയ, ആർക്കിയ എന്നീ ഡൊമൈനുകളെ പറ്റി മനസ്സിലാക്കാൻ 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. 1, അവയുടെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഇല്ല. 2, അവയുടെ DNA വൃത്താകൃതിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് 3ാമത്തെ ഡൊമൈനായ യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ജീവികളുടെ കോശഘടന വളരെ സങ്കീർണവും ന്യൂക്ലിയസ് ഉള്ളതുമാണ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് DNA ഉള്ളത്. യൂക്കാരിയ ഡൊമൈനിൽ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉണ്ട്. ചെടികളും മൃഗങ്ങളും പക്ഷികളും
നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികളും യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ജീവികളാണ്. യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ജീവികളുടെ കോശങ്ങളുടെ വലുപ്പം വളരെ വലുതാണ്. ഇവയുടെ DNA ഘടന ലീനിയർ ആണ്, അതായത് നീളത്തിൽ ഉള്ളതാണ്, വൃത്താകൃതിയിൽ അല്ല. യൂക്കാരിയ ഡൊമൈനെ പറ്റി മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഒന്ന്, കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ട്. രണ്ട്, DNA ഘടന ലീനിയർ ആയിട്ട്, അതായത് നീളത്തിൽ കാണപ്പെടുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൽ കോശങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. മനുഷ്യൻ ഈ 3 ഡൊമൈനുകളിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വളരെ ലളിതമായ 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ടോ? ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ ഭൂരിഭാഗം കോശങ്ങളിലും ന്യൂക്ലിയസ് ഉണ്ട്. ചുവന്ന രക്താണുക്കൾ പോലെയുള്ള ചില പ്രത്യേക കോശങ്ങളിലൊഴികെ ഭൂരിഭാഗം കോശങ്ങളിലും ന്യൂക്ലിയസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ DNA ഘടന സർക്കുലർ ആണോ ലീനിയർ ആണോ? അതായത് വൃത്താകൃതിയിലാണോ നീളത്തിലാണോ ഉള്ളത്? നീളത്തിലാണ് ഉള്ളത്. DNA ചിത്രം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. കോണിപ്പടികൾ പോലെ നീണ്ടു പിരിഞ്ഞ ആകൃതിയിലുള്ളതാണ് DNA, അല്ലേ? അതിൽ നീളത്തിലാണ് DNA കാണിച്ചിരിക്കുന്നത്. അതെ, ന്യൂക്ലിയസിനുള്ളിലുള്ള മനുഷ്യൻ്റെ DNA ലീനിയർ ആണ്, സർക്കുലർ അല്ല. ഈ 2 പ്രത്യേകതകളും, അതായത് കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ളതും DNA ലീനിയർ ആയിട്ട് കാണപ്പെടുന്നു എന്നതും സാധാരണയായിട്ട് യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രധാന സവിശേഷതകളാണ്. അതുകൊണ്ട് തന്നെ ജീവികളുടെ ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ, അതായത് ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ, മനുഷ്യൻ യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ യൂക്കാരിയ ഡൊമൈനിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ്. മനുഷ്യനും മരവും കൂണും മത്സ്യങ്ങളും എല്ലാം യൂക്കാരിയകളാണ്. യൂക്കാരിയ ഡൊമൈനിൽ ഉള്ള എല്ലാ ജീവികളുടെ കോശങ്ങളിലും മനുഷ്യനുള്ളതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ട്. അതിനുള്ളിൽ DNA ലീനിയറായി തന്നെ ഉണ്ട്. ഇനി മനുഷ്യനും യൂക്കാരിയ ഡൊമൈനിൽ ഉള്ള മറ്റ് ജീവികളും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് യൂക്കാരിയ ഡൊമൈനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഉള്ള സാമ്യങ്ങൾ. 1, യൂക്കാരിയ ഡൊമൈനിലുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കോശങ്ങളുണ്ട്. 2, എല്ലാ ജീവികളുടെയും ശരീരത്തിലെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ട്. 3, എല്ലാ ജീവികളുടെയും ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ട്. 4, എല്ലാ ജീവികളുടെയും DNA ലീനിയറായിട്ടാണ് ഉള്ളത്, അതായത് നീളത്തിലാണ് ഉള്ളത്. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണോ മനുഷ്യൻ? അതോ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ വേറൊരു ജീവിയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളും ഉണ്ടോ? ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദമായിട്ട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.